രാജ്യത്ത് വാണിജ്യ സിലിണ്ടറുകളുടെ വില കുത്തനെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പ്രേക്ഷകരെ 993 രൂപയാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതോടെ ഡൽഹിയിൽ 19 കിലോഗ്രാം സിലിണ്ടറിന് 3071 രൂപയായിട്ടുണ്ട്. റഷീദ് ബിൻ മുഹമ്മദ് വിവരങ്ങൾ നൽകും. റഷീദ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, ഈ പശ്ചിമേഷ്യൻ സംഘർഷം കാരണം വലിയ രീതിയിലുള്ള വിലക്കയറ്റത്തിന്, അത് ഇന്ത്യയിൽ ഉൾപ്പെടെ വലിയ വിലക്കയറ്റത്തിന് കാരണമാകുമെന്ന്. അപ്പോഴാണ് വാണിജ്യ സിലിണ്ടറിന് വില കൂട്ടിയെന്ന വാർത്ത വരുന്നത്. വലിയ രീതിയിലുള്ള വർധനയാണല്ലോ ഉണ്ടായിട്ടുള്ളത്. ദിവ്യ, പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമാകുമ്പോഴും അതിൻ്റെ എല്ലാ ഘടകങ്ങളും ഇന്ത്യയെ ബാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. രണ്ടാം തവണയാണ് പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായതിനു ശേഷം ഇന്ത്യയിൽ വാണിജ്യ സിലിണ്ടറുകളുടെ വില വർദ്ധിപ്പിക്കുന്നത്. എന്തായാലും ഇന്ന് വാണിജ്യ സിലിണ്ടറുകളുടെ വില കുത്തനെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഉയർത്തിയിരിക്കുന്നത്. 993 രൂപയാണ് ഇന്ന് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഇതോടുകൂടി ഡൽഹിയിൽ 19 കിലോ വാണിജ്യ സിലിണ്ടറിന് 3071.50 രൂപയായും ഉയരുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ഏപ്രിൽ 1-ാം തീയതിയും സമാനമായിട്ടുള്ള രീതിയിൽ വർധനവ് ഉണ്ടായിരുന്നു. അതേസമയം 195 രൂപയാണ് ഏപ്രിൽ 1-ാം തീയതിയും വർദ്ധിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും കനത്ത തിരിച്ചടി ഇത് ഉപഭോക്താക്കൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ചെറുകിട മേഖലകളിൽ ഇത് സാരമായി തന്നെ ബാധിക്കുകയും ചെയ്യും. ഹോട്ടൽ ഉടമകളെയും റെസ്റ്റോറൻറ്റുകളെയും ഭക്ഷണ പദാർത്ഥങ്ങളെയും ഒക്കെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്കായിരിക്കും ഈ വാണിജ്യ സിലിണ്ടറുടെ വില വർധനവ് ഇനി സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. നിലവിൽ വാണിജ്യ സിലിണ്ടറുകൾ രാജ്യത്ത് വിതരണം ഉയർത്തിയിട്ടുണ്ടെങ്കിൽ പോലും പക്ഷേ ഇപ്പോഴും വിവിധ മേഖലകളിൽ വാണിജ്യ സിലിണ്ടറുകൾ ലഭിക്കാനില്ല എന്നുള്ള പരാതികൾ റെസ്റ്റോറൻറ്റ് ഉടമകളുടെ ഭാഗത്ത് നിന്ന് രൂക്ഷമായി തന്നെ ഉയർന്നു വരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ ഒരു ഘട്ടത്തിലാണ് രണ്ടാം തവണയും 993 എന്ന ഭീമമായിട്ടുള്ള സംഖ്യയിലേക്ക് വാണിജ്യ സിലിണ്ടറുകളുടെ വില ഇപ്പോൾ കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അതേസമയം ഗാർഹിക സിലിണ്ടറുകളുടെ വിലയിൽ വർധനവ് ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അറിയിച്ചിരിക്കുകയാണ്. നിലവിൽ ആഗോള തലത്തിൽ എണ്ണ വില വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇത് എണ്ണ വിതരണത്തിന് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഈ വില വർധനവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ വിശദീകരണം നൽകിയിരിക്കുന്നത്. അതേസമയം ഗാർഹിക സിലിണ്ടറുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള വില വർധനവ് ആലോചിക്കുന്നില്ല എന്നുള്ള കാര്യം കൂടി കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും കനത്ത തിരിച്ചടി ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. ചെറുകിട വ്യാപാര വ്യവസായികളെയും അതോടൊപ്പം തന്നെ ഈ റെസ്റ്റോറൻറ്റ് ഹോട്ടൽ ഉടമകളെയും ഇത് ബാധിക്കും. ഇനിയും ഇതിൻ്റെ ഗ്യാസിൻ്റെ ഉപയോഗം കൂടുന്നതോടുകൂടി തന്നെ ഇത്തരത്തിൽ ഭക്ഷണ പദാർത്ഥങ്ങളുടെ വില വർദ്ധിപ്പിക്കേണ്ട സാഹചര്യം ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവർക്കൊക്കെ തന്നെയും വലിയ പ്രതിസന്ധി നേരിടുകയും ഹോട്ടൽ ഉടമകൾ ഇത് സാരമായി ബാധിക്കുമെന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. എന്തായാലും ഡൽഹിയിൽ 3071 രൂപ ഒരു സിലിണ്ടറിന് കൊടുക്കേണ്ട സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ കൊച്ചി, മുംബൈ അടക്കമുള്ള മേഖലകളിലും സമാനമായിട്ടുള്ള മാറ്റത്തിലേക്ക് ഇത് സാക്ഷ്യം വഹിക്കുമെന്നുള്ളത് തന്നെയാണ്. നിലവിൽ രണ്ടാം തവണയാണ് ഈ പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായതിന് പിന്നാലെ രാജ്യത്ത് വാണിജ്യ സിലിണ്ടറുകളുടെ വില കേന്ദ്ര സർക്കാർ കുത്തനെ ഉയർത്തുന്നത്.